റിജിത്തിനോടൊപ്പം അന്നുണ്ടായിരുന്ന വിമൽ അത് ഗുരുതരമായി വിമലിന് പരിക്കേൽക്കുകയും ചെയ്തത്. വിമൽ നമ്മളോടൊപ്പം ഉണ്ട്. ഈ വിധിയെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വിധിയെ സ്വാഗതം ചെയ്യുന്നു. 9 പേർക്കും ജീവപര്യന്തം കിട്ടിയത് നമുക്ക് ഇതേ സന്തോഷമുണ്ട്. അതുപോലെ ഇതിൽ 19 കൊല്ലം കാത്തിരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വേദനയച്ച് തോന്നുന്നത്. ഈ വിധി കേൾക്കാൻ ശങ്കരാട്ടനില്ലാത്ത പോയതും നമുക്കൊരു വലിയൊരു വേദനയച്ച് കാണുന്നു. റിജിത്തിൻ്റെ അച്ഛൻ 2 കൊല്ലം മുമ്പാണ് മരണപ്പെട്ടത്. ശങ്കരാട്ടനെപ്പം കേസിന് വേണ്ടി അങ്ങനെ പ്രയത്നിക്കുന്ന ഒരാളാണ്. ഇത് വിധി ശിക്ഷ വരുന്നില്ല കാത്തു നിന്നാണ് മരണപ്പെട്ടത്. അതൊരു വലിയൊരു വേദനയായിട്ട് കാണുന്നു. ഇത് അന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം നടന്നു വരുന്നതിനിടയിലായിരുന്നു ഇങ്ങനെ ഒരു അക്രമം നടന്നത്. കൃത്യമായി നിങ്ങളെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ അക്രമി സംഘത്തിനുണ്ടായിരുന്നത്. അതെ, കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അല്ലെങ്കിൽ വാളും കത്തിയും കടാരിയായിട്ട് അവർക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ തലേന്നുണ്ടായ ചെറിയൊരു തർക്കത്തിൻ്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ സാധാരണ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ആ തിരിച്ചു പോകുന്ന സമയത്താണ് ഇവർ കിണറിൻ്റെ മറവിൽ നിന്നിട്ട് നമ്മളെ ആക്രമിക്കുന്നത്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് RSSൻ്റെ ശാഖാപ്രവർത്തനം അങ്ങനെ ഈ രീതിയിലുള്ള പ്രവർത്തനമാണോ? അതിൻ്റെ എല്ലാ ഇതിൽ അവരെ ഒരു സുധാകരൻ എന്ന വ്യക്തിയുടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു ചെറിയ പ്രശ്നങ്ങളാണ്. കുട്ടികളെ RSSലേക്ക് കൊണ്ടുപോകുന്ന രീതി, അതിനെതിരെയൊക്കെയാണ് ഉണ്ടായതെന്ന്.